ഈ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സമുദായം എന്നൊക്കെ പറയുന്നത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലോകം കണ്ടിട്ടുള്ള വിവരമുള്ള ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇവരുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ മനസ്സിലാവും. അല്ലാതെ ഇവരുദ്ദേശിക്കുന്നത് പോലെ ഈ കേക്കും വൈനും കണ്ടൊന്നും കവന്നടിച്ച് വീഴാൻ പോകുന്നില്ല ബിഷപ്പ്. കാരണം ബിഷപ്പിനൊക്കെ ഇത് ഡെയിലി കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ പക്ഷേ 2 സീറ്റിൽ നിന്നുകൊണ്ട് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് അത് അറിയില്ലാന്ന് തോന്നുന്നുണ്ടോ? രാജ്യം അങ്ങനെ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അതറിയാം. ഉം. രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അതറിയാം. രാജ്യം ഭരിക്കുന്ന പാർട്ടി വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ശ്രമിക്കുക അല്ലാതെ വേറൊന്നും ചെയ്യാനില്ലല്ലോ. ശ്രമിച്ചുകൊണ്ടാണല്ലോ അവർക്ക് രാജ്യം ഭരിക്കാൻ പറ്റിയത്. അല്ല, രാജ്യം ഭരിക്കാൻ പറ്റിയത് അപ്പൊ ശ്രമിച്ചുകൊണ്ടാണ്. അങ്ങനെ രാജ്യം ഭരിക്കാമെങ്കിൽ ഇതിനും അവർക്ക് കഴിയാതെ ആയില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ഇവർക്ക് ഇത് ഒരിക്കലും കഴിയില്ല. ഇവർ ഈ ക്രിസ്ത്യൻസ് മുഴുവൻ BJP-യെ വിടുമെന്നുള്ളതല്ലല്ലോ ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഷോൺ ജോർജിലൂടെയും ജോർജ് കുര്യനിലൂടെയും PC ജോർജിലൂടെയും ഈ സമുദായത്തെ പിടിച്ചെടുക്കാമെന്ന് പറയുന്ന ഒരു പദ്ധതി നടക്കില്ല എന്ന് മാത്രമാണ്. മനസ്സിലായി? വേറൊന്നും പറഞ്ഞില്ല. ഇവരിപ്പോ ഇതല്ലാതെ വളരെ ചെറിയ പരിശ്രമങ്ങൾ വരെ നടത്തിയിട്ടുണ്ട്. സജി മഞ്ഞക്കടമ്പൻ എന്ന് പറഞ്ഞൊരു നേതാവുണ്ട്. വിവിയൻ അദ്ദേഹത്തിനെ കൊണ്ടൊരു പാർട്ടി, നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹത്തിനെ കൊണ്ടൊരു പാർട്ടി ഉണ്ടാക്കിച്ച് ആ പാർട്ടി ഇവരൊപ്പം കൂട്ടിയിരുന്നു. മനസ്സിലായോ? ആ പാർട്ടിയിലെ ഒരു പ്രമുഖനായിട്ടുള്ള ആളാണ്. അതായത് ഈ പറഞ്ഞ ലോക്കൽ നേതാവാണ്. ഇവിടെ മറ്റേ പള്ളുരുത്തിയിലോ ഒരു സ്കൂളിൽ പ്രശ്നമുണ്ടായപ്പോൾ മറ്റേ PTA പ്രസിഡന്റായിട്ട് വന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഇവർ ചെറുതും വലുതുമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തും. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ PC ജോർജിനെയും അതുപോലെ തന്നെ ഷോൺ ജോർജിനെയും കൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് സ്ഥാനങ്ങൾ മാറ്റപ്പെടാം. അതാണ് BJP-യുടെ പ്രത്യേകത. BJP ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, BJP ഇപ്പൊ അൽഫോൺസ് കണ്ണന്താനത്തിന് വെച്ച് ഇതൊന്ന് ട്രൈ ചെയ്തു. ഒന്ന് ഓർക്കുന്നുണ്ടാവുമല്ല. അതായത് ഈ പറയുന്ന പോലെ ഇതൊന്നും TV-യിൽ വരുന്നില്ലല്ലോ എന്ന് ചോദിച്ച് എന്താണ് പ്രധാനമന്ത്രി 35 വിളിച്ചു എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഓർക്കണം. പക്ഷെ അതിനുശേഷം ഇവരെന്ത് ചെയ്തു, വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്തു, പുള്ളിനെ എടുത്ത് അങ്ങോട്ട് പുറത്തേക്ക് കളഞ്ഞു. ഇപ്പൊ പുള്ളിനെ കുറിച്ച് ആർക്കും അറിയില്ല.